നെസീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിനി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്ത്രീകൾക്ക് ഒട്ടുമിക്കവർക്കും ഈ പാത്രം കഴുകലൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ്. എനിക്ക് ഒരു സമയത്ത് ഭയങ്കര മടി തന്നെ കേട്ടോ പാത്രം കഴുകൽ. അങ്ങനെ പാത്രം കഴുകാനൊക്കെ മടിയുള്ളവർക്ക് കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നമ്മൾ പാത്രം കഴുകാനൊക്കെ ഇങ്ങനെ കൂട്ടം കൂടിയൊക്കെ ഇടുന്ന സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് പാത്രം കഴുകാൻ എടുക്കുമ്പോൾ അതിൽ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. നമ്മൾ ഓരോ പച്ചക്കറിൻ്റെ തൊലിയായാലും ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളായാലും ഒക്കെ അതൊക്കെ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കുക. അപ്പോൾ എല്ലാ പാത്രത്തിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് ആക്കി മാറ്റുക, അല്ലെങ്കിൽ വേസ്റ്റ് ഇടുന്ന പാത്രത്തിലേക്ക് ആക്കിയാലും മതി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് പാത്രം നമ്മൾ ഇങ്ങനെ കഴുകാൻ വേണ്ടി വെക്കുമല്ലോ. അപ്പോൾ ആ വേസ്റ്റ് സാധനങ്ങളൊക്കെ പുറത്തുണ്ടോ ഇടുക. പാത്രം കഴുകാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആ സിങ്കിൽ നിറഞ്ഞെടുക്കുന്ന പാത്രങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെക്കുക. എല്ലാം കേട്ടോ, ഒന്നുപോലും ഇല്ലാതെ എടുത്ത് വെച്ചിട്ട് ആ സിങ്ക് ആദ്യം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. നമ്മൾ സോപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ വെറും ബ്രഷ് വെച്ചിട്ടോ എങ്ങനെ ആയാലും അത് എന്താ വെച്ചാൽ നമ്മൾ പാത്രം കഴുകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൊടികളല്ല എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അതേ പാത്രത്തിലുണ്ടാവും. അതൊക്കെ വീണിട്ട് ആ സിങ്ക് അടയും. അപ്പോൾ പിന്നെ വെള്ളക്കെട്ടായി നിൽക്കും ആ സിങ്കിൻ്റെ ഉള്ളിൽ. അപ്പോൾ വെള്ളം പോകില്ലല്ലോ താഴോട്ട്. അപ്പോൾ ആദ്യം തന്നെ ആ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ നല്ല വെള്ളം നല്ല സുഗമമായിട്ട് തന്നെ പോകും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ ആ ഒരു വേസ്റ്റ് അടിഞ്ഞിട്ട് പിന്നെ നമുക്ക് കഴുകാനും പറ്റില്ല. ആ വെള്ളത്തിലേക്ക് തന്നെ കഴുകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതൊന്ന് ബ്രഷ് വെച്ചിട്ട് കുറച്ച് സോപ്പും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ പാത്രം കഴുകാൻ ആരംഭിക്കുക. അപ്പോൾ പാത്രം തേക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ സിങ്കിലേക്ക് വെച്ച് കൊടുത്താലും മതി. അങ്ങനെ പാത്രം കഴുകാം കേട്ടോ, അങ്ങനെയും ചെയ്യുക. പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അടുത്ത ചെയ്യേണ്ടത് ഏപ്രൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഏപ്രൺ ഉപയോഗിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഡ്രസ്സുകളൊന്നും ചീത്ത ആയി പോകില്ല കേട്ടോ. അപ്പോൾ വെള്ളമോ അഴുക്കുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഏപ്രണിൽ പറ്റി പിടിച്ചോളൂ. അത് നല്ല നീറ്റാക്കിയിട്ട് ബാക്കിൽ കെട്ടിക്കൊടുത്ത് അപ്പോൾ നമ്മളെ ഡ്രസ്സ് ഒരു ചളിയോ ആവില്ല. പിന്നെ അതുമല്ല എപ്പോഴും ഇങ്ങനെ വെള്ളം അങ്ങനെ തെറിക്കുകയൊക്കെ ചെയ്യുമല്ലോ നമ്മൾ പാത്രം കഴുകുമ്പോൾ. അപ്പോൾ അതും ഒരു വൃത്തികേടാവും നമ്മളെ ഡ്രസ്സിന്. അടുത്ത എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇഡ്ഡലി തട്ട് പുട്ടുംകുറ്റി ഒക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കഴുകുമല്ലോ ചില ആളുകൾ, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് അപ്പം തന്നെ ഇട്ടാലും മതിയാവും. അപ്പോൾ അങ്ങനെ ഇടാതെ നമ്മൾ വെച്ചാൽ വേസ്റ്റ് ഇങ്ങനെ നല്ല കട്ടി പിടിച്ചെടുക്കും. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പാത്രങ്ങളൊക്കെ മാറ്റിയില്ല സിങ്കിൽ നിന്ന്. അപ്പോൾ ആ സിങ്കിലേക്ക് ഈ പുട്ടും കുറ്റിയും ഇഡ്ഡലിൻ്റെ തട്ട് പിന്നെ അതേപോലെ ചായൻ്റെ പാത്രം ഉണ്ടല്ലോ, അത് ചായപ്പൊടി ചായൻ്റെ കറയൊക്കെ ഉണ്ടാവും, പാലും ഇതൊക്കെ കൂടി വെക്കുന്നുണ്ട്. അങ്ങനെ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ചായൻ്റെ ആ പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കും. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുന്നവർ തന്നെ ആയിരിക്കും. ഇതൊന്നും നമ്മളോട് പറയേണ്ട, നമുക്കിതൊക്കെ അറിയാമെന്നുള്ള ഒരു വിചാരിക്കുന്നുണ്ടാവും എല്ലാവരും. എന്നാലും അറിയാത്തോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരു ടിപ്പെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഏതായാലും കണ്ടൻറ്റ് വീഡിയോ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ പാത്രം കഴുകുന്ന വെള്ളം വീണിട്ട് ആ പുട്ടുംകുറ്റിയത്തെ ഇതും പിന്നെ ഇഡ്ഡലി തട്ടത്തൊക്കെ നല്ല കുതിർന്ന് വന്നോളൂ. അപ്പോൾ നമുക്ക് പാത്രം കഴുകാൻ നല്ല സുഖമായിരിക്കും. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഗ്ലാസ്സുകളുണ്ടല്ലോ, ചായ കുടിക്കുന്ന ഗ്ലാസ്സുകളാണ് ഫസ്റ്റ് കഴുകേണ്ടത്. എന്താ വെച്ചാൽ ബാക്കിയുള്ള പ്ലേറ്റിലും ഡവറയിലും മറ്റുള്ളതിലൊക്കെ നമ്മൾ കറീൻ്റെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബാഡ് സ്മെല്ല് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ആ സ്ക്രബ്ബർ അത് തേച്ച സ്ക്രബ്ബറോട് തന്നെ നമ്മൾ ഗ്ലാസ് തേക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ചായ കുടിക്കുമ്പോൾ ഒക്കെ ആ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. അതിനാണ് ഫസ്റ്റ് തന്നെ ഗ്ലാസ് കഴുകിയിട്ട് അതിൽ നിന്ന് എടുക്കാൻ പറഞ്ഞ് കഴുകി മാറ്റി വെക്കുക. എന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകുക. പിന്നെ അതേപോലെ ഈ കപ്പുകളുണ്ടല്ലോ നമ്മൾ ഗസ്റ്റിനൊക്കെ കൊടുക്കുക. ഞങ്ങൾ അധികം ഗസ്റ്റിനാണ് കേട്ടോ ഈ ഒരു കപ്പിലാണ് കൊടുക്കൽ. നമ്മൾ ചായ കുടിക്കുന്ന അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിൽ പുറത്തുനിന്ന് വരുന്നവർക്ക് ആർക്കും കൊടുക്കലില്ല കേട്ടോ. അപ്പോൾ അഥവാ എന്തെങ്കിലും ചായൻ്റെ കറ എന്തെങ്കിലും സ്മെല്ലോ എന്തെങ്കിലും അഥവാ ഉണ്ടെങ്കിൽ അത് വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവരുതല്ലോ അത് വെച്ചിട്ട് അത് കൊടുക്കലില്ല കേട്ടോ. വേറെ ഗ്ലാസ്സും ജ്യൂസിനും എല്ലാത്തിനും വേറെ ഗ്ലാസ്സാണ്. പിന്നെ ചെയ്യേണ്ടത് നമ്മളെ ചായ അരിപ്പ അതും ഇതേപോലെ തന്നെ ഗ്ലാസ് കഴുകിയ കൂട്ടത്തിൽ തന്നെ കഴുകണം കേട്ടോ. അതും ഇതേപോലെ ചായൻ്റെ ഒക്കെ ആ ഒരു അരിക്കുമ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് നമ്മൾ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിലെ പാത്രങ്ങളായാലും നമ്മൾ ഇതേപോലെ ഈ പുളി പഞ്ചസാര അങ്ങനത്തെ ഒക്കെ ഒഴിയുന്ന പാത്രങ്ങൾ ഉണ്ടാവില്ല, അതും അപ്പം കഴുകിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കഴുകാതെ അതിലേക്ക് തന്നെ ഓരോന്നും ഇട്ട് നിൽക്കുമ്പോൾ അഴുക്കുകൾ കൂടാനാണ് സാധ്യത. അതുമല്ല ഒരു വൃത്തിയില്ലാത്ത പോലെ ഉണ്ടാവും ആ പാത്രങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഓരോന്നും ഒഴിയുന്നതിനനുസരിച്ച് കഴുകി ഉണക്കിയിട്ട് മാത്രം മറ്റുള്ളതൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കൊരു എളുപ്പവഴി അതാണ്. പാത്രം കഴുകണ ഒരു മടിയില്ലാതെക്കാൻ അതാണ്. അപ്പോൾ ഓരോന്നല്ലേ ഉണ്ടാവുള്ളൂ. ഈ ഓരോന്ന് എടുക്കുന്നതനുസരിച്ചിട്ട് അങ്ങനെ എടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ
ഒരു പാത്രം തന്നെ കഴുകിയിട്ട് ഓരോ ആവശ്യത്തിനും എടുക്കുക. അതും നല്ലതാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ പാത്രങ്ങൾ വളരെ കുറയും കേട്ടോ നമുക്ക് കഴുകാനായിട്ട്. ഒരു പാത്രത്തിൽ തന്നെ എന്തെങ്കിലും ഒരു ഉപയോഗം കഴിഞ്ഞിട്ട് അത് വെള്ളം കൊണ്ട് കഴുകിയിട്ട് അടുത്ത പണിയെടുക്കുക അതിൽ തന്നെ. അങ്ങനെ ആകുമ്പോഴാണ് നല്ലത്. പിന്നെ വേറെ അഴുക്ക് കട്ടി പിടിച്ച് വരാനുള്ള സാധ്യത ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം കൊണ്ട് കഴുകിയാൽ മതി. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ സോപ്പ് ഉപയോഗിക്കേണ്ട, വെള്ളം കൊണ്ട് മാത്രം കഴുകിയിട്ട് തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാമല്ലോ. നമ്മൾ പാത്രങ്ങൾ കഴുകാതെ ആ സിങ്കിൽ തന്നെ വെച്ചേക്കുമ്പോഴാണ് ഉളുമ്പുനാറ്റവും പിന്നെ വൃത്തികേടും ഒക്കെ അതിൽ തന്നെ പറ്റി പിടിക്കാനും ആ സ്മെല്ല് ഉണ്ടാവാനൊക്കെ സാധ്യത ഉണ്ടാകും കേട്ടോ. നമ്മൾ പെട്ടെന്ന് കഴുകി മാറ്റി വെക്കുകയാണെങ്കിൽ അതിലങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുന്നത്. കഴിയുന്നതും നമ്മൾ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഓരോ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വലിയ പാത്രങ്ങളൊക്കെ ഒഴിച്ച് ചെറിയ പാത്രത്തിലേക്ക് ആക്കിയിട്ട് വലിയ പാത്രം അപ്പം കഴുകിയെടുക്കുക. അങ്ങനെ ആകുമ്പോഴും നമുക്ക് മടി ഉണ്ടാവില്ല കേട്ടോ പാത്രം കഴുകാൻ. ചെറിയ പാത്രം ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ സിങ്കിലിട്ട് തന്നെയാണ് കഴുകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. വലിയ പാത്രങ്ങൾ കുറേ ആകുമ്പോഴാണ് നമുക്ക് മടി വരിക. പിന്നെ നമ്മൾ പാത്രം കഴുകാൻ തുടങ്ങിയാൽ കണ്ണേ മടിക്കുള്ളൂ, കൈ മടിക്കൂല എന്ന് പറയല്ലേ പണ്ടുള്ളൂര്. അതേപോലെ നമുക്ക് അതൊന്നും ഒരു മടിയായി തോന്നൂല കേട്ടോ പാത്രമൊക്കെ കഴുകി തുടങ്ങുമ്പോൾ. അപ്പോൾ പാത്രങ്ങൾ കഴുകാറിന് ഭയങ്കര റിസ്ക്കുള്ള പരിപാടി തന്നെയാണ്. ഭക്ഷണമൊക്കെ ഞാനും ഇഷ്ടം പോലെ ഉണ്ടാക്കും. എത്ര വൈകുന്നേരം വരെ ഉണ്ടാക്കലും എനിക്ക് മടുപ്പൊന്നും വരില്ല. പക്ഷേ പാത്രങ്ങൾ കഴുകുക എന്നറിയുമ്പോൾ അത് എന്താണെന്ന് അറിയില്ല. നമ്മൾ ശരിക്കും അപ്പോൾ ഓരോന്ന് ചെയ്താൽ നമുക്ക് അത്ര മടി വരില്ല എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. നമ്മളിങ്ങനെ കൂട്ടി വെച്ച് നമ്മൾ ഓരോ പണിയെടുക്കുമ്പോഴും നമ്മൾ അറിയാതെ സിങ്കിലേക്കോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ മേലേക്കോ അങ്ങനെ നോക്കിപ്പോകും. പഠിച്ചോനെ പാത്രം കഴുകാണ്ടല്ലോ, ഇത്രയും നിറഞ്ഞല്ലോ, ഇനി എപ്പോഴാണ് അതൊക്കെ തീരാന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. അപ്പോഴാണ് നമുക്ക് മടി വരിക പാത്രം കഴുകുന്നതോടൊരു വെറുപ്പ് വരികയൊക്കെ ചെയ്യുക. നമ്മൾ അപ്പോൾ ഓരോന്നും കഴുകി മാറ്റിയാൽ അത്ര വരൂല കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത്രയൊക്കെ വലിയ വർത്താനം പറഞ്ഞിട്ട് നിങ്ങളെ സിങ്ക് നിറച്ചും പാത്രമാണല്ലോ എന്ന്. പക്ഷെ ഞാൻ ഇന്നലെ ഈ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചേന് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒന്നും പാത്രങ്ങളില്ലേ, ഇനി സിങ്കിലൊന്നും കഴുകാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് കുറച്ച് പാത്രം, രാവിലത്തെ പാത്രവും ചായ കുടിച്ച പാത്രമൊക്കെ ഉണ്ടാവില്ല, ഒക്കെ അവിടെ ഇട്ടേച്ചാണ്. കുറച്ചധികം പാത്രം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഓരോ ടിപ്പുകൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും കൂട്ടം കൂടിയത്. ഇത്രയും ഉണ്ടാവലില്ല കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകാൻ. ഒരു സമയത്ത് ഇതിലും അപ്പുറം ഉണ്ടായിനി, ഇപ്പം ഉണ്ടാവില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വരുമ്പോഴേക്കും പുട്ടും കുറ്റിയത്തെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇത് പോകും കേട്ടോ. അപ്പോൾ ഇഡ്ഡലി തട്ട് ഇപ്പം ഞാൻ ഉപയോഗിച്ചല്ല കേട്ടോ. അപ്പോൾ അത് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എടുത്താണ്. പുട്ടും കുറ്റി ഞാൻ ഉപയോഗിച്ചതുമാണ്. അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വരുമ്പോഴേക്കും വെള്ളം വീണ് അതിലത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ അതിലത്തെ ആ ഭക്ഷണത്തിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, പുട്ടിൻ്റെ അതൊക്കെ നല്ലോണം പൊതിർന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും. പിന്നെ ചായൻ്റെ ചെമ്പാണ്, ചായൻ്റെ ചെമ്പല്ല, ചായൻ്റെ ആ ഒരു പാൻ ഉണ്ടല്ലോ, അത് കറ പിടിക്കുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ആ കറ ചെറിയൊരു കറയാണ്, അടുത്ത പ്രാവശ്യം കഴുകാതെ വിചാരിച്ച് വെച്ചാൽ ആ കറ കൂടും. നമുക്ക് ശക്തിയിൽ പണിയെടുക്കേണ്ടി വരും, ശക്തിയിൽ ഇങ്ങനെ ഉരച്ച് കേൾക്കേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ അപ്പം കഴുകുമ്പോൾ നമുക്ക് വലിയൊരു പണി ഉണ്ടാവില്ല, ഹാർഡായിട്ടുണ്ടാവില്ല. അപ്പോൾ ചായക്കറ ഉള്ള പാത്രത്തിൽ ചായ വെച്ചാൽ നമുക്കൊരു മടി തന്നെയാണല്ലോ. അപ്പോൾ അതിന് ചായ കുടിക്കുമ്പോഴും ആരെങ്കിലും കണ്ടാലും അതൊരു വൃത്തികേട് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ചായക്കറ വരുന്നതിനനുസരിച്ച് കൂട്ടി വെക്കാതെ അപ്പം ക്ലീൻ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതാ ഉച്ചക്കലേക്കുള്ള മീനാണ് കേട്ടോ. അത് ഈ പാര എന്നുള്ളൊരു മീനാണ്, പാര എന്നാണ് തോന്നുന്നത്. അതിൻ്റെ തൊലി ഇങ്ങനെ ചെത്തണ, അപ്പോൾ മീൻകാരൻ തന്നെ അങ്ങനെ ചെത്തിത്തരും കേട്ടോ. അങ്ങനത്തെ ഒരു മീനാണെന്ന് ഇപ്പോൾ ഉച്ചക്ക് കറി വെക്കാനുള്ളത്. അത് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അധികവും സിങ്കിൽ തന്നെ ആണല്ലേ മീനൊക്കെ കഴുകുക. കഴിയുന്നതും പുറത്തുകൊണ്ടുപോയി കഴുകുന്നതാണ് നല്ലത്, അങ്ങനെ സംവിധാനം ഉണ്ടെങ്കിൽ. അല്ലാത്തവർക്ക് ഇപ്പോൾ വേറെ നിവൃത്തിയില്ലല്ലോ, സിങ്കിൽ തന്നെ കഴുകുക. അപ്പോൾ കൂടുതൽ ഈ ഉളുമ്പുനാറ്റൊന്നും ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീനിൽ കുറച്ച് കല്ലുപ്പിട്ടിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകുമല്ലോ. അങ്ങനെ ആ ഉരച്ച് കഴുകി കഴിഞ്ഞാൽ ആ വെള്ളം അതിൽ തന്നെ ആണല്ലോ സിങ്കിലേക്ക് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. അപ്പോൾ മീനൊന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മീനിൻ്റെ വെള്ളം കഴിയുന്നതും നമ്മൾ അവിടെ ഒഴിക്കാതെ പുറത്തുകൊണ്ടുപോയി ഒഴിക്കുന്നത് തന്നെയാണ് നല്ലത്. കറിവേപ്പിൻ്റെ തൈക്കൊക്കെ ഒഴിച്ചാൽ നല്ലതാണ്. നല്ല കറിവേപ്പിൻ്റെ മരമൊക്കെ പ്രത്യേകിച്ച് നല്ല ഉഷാറായി വളരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എനിക്കതത്ര ഒരു തെളിവില്ല കേട്ടോ. ഞാനെപ്പോൾ ഒഴിച്ചിട്ടും വലിയ ഉഷാറൊന്നും ഇല്ല എൻ്റെ കറിവേപ്പിൻ്റെ. അതുകൊണ്ടാണ് പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഉറപ്പില്ലാത്തതിനെ കൊണ്ട്. മീൻവെള്ളം ഞാൻ ഏതോ കാലം മുതൽ മീൻവെള്ളം ഞാൻ കറിവേപ്പിൻ്റെ മരത്തിന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീനൊക്കെ മുറിച്ച് വെള്ളമൊക്കെ ഒഴിവാക്കി, അപ്പോൾ ആ സിങ്കും ആ പൈപ്പും ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആ ഭാഗമൊക്കെ ഒന്ന് കഴുകണം കേട്ടോ. ആ പൈപ്പും സിങ്കും വലിയൊരു പണിയൊന്നും ഉണ്ടാവില്ല, ആ ഒരു പഴയ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴിയാൽ മതി. പിന്നെ മീൻ മുറിച്ച മണം അല്ലാത്ത സ്മെല്ലുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യൽ വെച്ചാൽ, ഞാൻ അധികം മീൻ മുറിച്ച് കഴുകാൻ അരിവെള്ളം ആട്ടോ കഴുകുക. അരി കഴുകിയ വെള്ളമാണ് എടുക്കുക. അപ്പോൾ ഈ കളറ് നമ്മളെ മട്ട അരിയാണല്ലോ ഉപയോഗിക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ അരി കഴുകിയ വെള്ളത്തിന് ഈ ഒരു സ്മെല്ല് ഈ ഒരു കളറ്.
അപ്പോൾ നമ്മളെ കയ്യിലുള്ള സ്മെല്ലൊക്കെ പോവും. അതേപോലെ തന്നെ സിങ്കിലും ഒരു സ്മെല്ലും ഉണ്ടാവില്ല. പിന്നെ പറയും നല്ല കളർ കിട്ടാൻ പേസ്റ്റ് ഉപയോഗിക്കുക, സ്മെല്ല് പോകാനും ഉപയോഗിക്കുക എന്നൊക്കെ പറയും കേട്ടോ. പേസ്റ്റ് കൊണ്ട് തേച്ചാൽ പേസ്റ്റ് ഇപ്പം നമുക്ക് അത് പല്ല് തേക്കാൻ എടുക്കുന്നതിനോണ്ട് പെട്ടെന്ന് തീർന്നുമില്ല. അരി കഴുകിയ വെള്ളത്തിന് നമുക്ക് വേറെ ചിലവൊന്നുമില്ലല്ലോ. ഡെയിലി നമ്മൾ അരി കഴുകാൻ എടുക്കുകയും ചെയ്യും. പയറ് തേങ്ങ ഒതുക്കിയിട്ടിട്ട് ഉപ്പേരി വെച്ചതും പിന്നെ അതാ പാരമീൻ മസാല ഇട്ടതാണ് കേട്ടോ. കുറച്ച് മുളകും കുറച്ച് മല്ലിപ്പൊടി പിന്നെ അതാ അത് പൊരിച്ചതും ഉണ്ട്. പിന്നെ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. മട്ട അരി തന്നെയാണ് കേട്ടോ സാധാരണയായിട്ടും ഞാൻ വെക്കൽ. ഇവിടെ അതന്നെയാണ് എനിക്കിഷ്ടം. അതാണ് റേഷൻ കടയിലെ മറ്റേ അരി ഉണ്ടല്ലോ വേഗം വേകുന്ന അരി എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ. മട്ട അരി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വെച്ചാൽ എനിക്കും കാക്കും ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതാ പണിയൊക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ ക്ലീനാക്കി തിരുമ്പലൊക്കെ രാവിലെ തന്നെ മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് മെഷീൻ പണി മുടക്കി നല്ലൊരു പണിയൊക്കെ തന്നിട്ടുണ്ടായിനി. പിന്നെ എന്താ ഈ ഒരു മൊറോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിനി. അത് ഞങ്ങളെ കോഴിക്കോട് സരസ്മേള ഉണ്ടായിനി കേട്ടോ. അപ്പോൾ വാങ്ങിയതാണ്. 150 റുപ്യാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ആ ഡീറ്റെയിൽ പറയാൻ മറന്നുപോയി. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. അതേപോലെ നിങ്ങൾക്ക് അറിയുന്ന ടിപ്പുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറന്നു പോയത് കേട്ടോ. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.